എന്താ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? എന്ത്? ഞാനൊരു മണ്ടിയാണെന്നാണോ കൃഷ്ണേട്ടൻ വിചാരിച്ചിരിക്കുന്നത്? ആരെ കാണിക്കാൻ ഈ നാടകമൊക്കെ? എന്താ കൃഷ്ണേട്ടന്റെ ഉദ്ദേശം? എനിക്ക് മനസ്സിലായില്ല. ഇന്നലെ രാത്രിയിലത്തെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. കൃഷ്ണേട്ടൻ ഇപ്പൊ കുടി തുടങ്ങാൻ എന്താ കാരണം? അതിപ്പോ എനിക്ക് കുടിക്കണമെന്ന് തോന്നി, ഞാൻ കുടിച്ചു. എല്ലാവരും അങ്ങനെ തന്നെ ആണല്ലോ, കുടിക്കണം തോന്നുമ്പോ കുടിക്കും. ഞാൻ ചോദിച്ചത് കുടിക്കാനുള്ള കാരണമാ. കൃഷ്ണേട്ടന്റെ പഴയ ജീവിതത്തെ പറ്റി ഒരുപാട് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. കൃഷ്ണേട്ടൻ തന്നെ പറഞ്ഞും അഭി പറഞ്ഞും ഒക്കെ. ആ ജീവിതം ഉപേക്ഷിച്ച് ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങിയതും സ്വന്തം ഇഷ്ടപ്രകാരമാ. പിന്നിപ്പോ പെട്ടെന്നെന്താ ഒരു മാറ്റം? ഒരു കാരണവുമില്ലാതെ കൃഷ്ണേട്ടൻ കുടിക്കില്ല. ഇവിടെ താമസം തുടങ്ങിയിട്ട് കുറച്ചുനാളെ ആയുള്ളെങ്കിലും എനിക്ക് കൃഷ്ണേട്ടനെ നന്നായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാ ചോദിക്കുന്നത്, എന്താ കൃഷ്ണേട്ടന്റെ പ്രശ്നം? എനിക്ക് പ്രശ്നങ്ങളല്ലാതെ വേറെന്താ ഉള്ളത്? സ്വന്തം വീടിന്റെ പടി ചവിട്ടാൻ അനുവാദമില്ല. ഒരു മകനുള്ളതിന് എന്നെ കാണുന്നത് തന്നെ വെറുപ്പാ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അന്വേഷിക്കാത്ത ഒരു ഭാര്യ. ഇതൊക്കെ പ്രശ്നങ്ങളല്ലേ? ഈ പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. അപ്പോഴൊന്നും കൃഷ്ണേട്ടൻ കുടിച്ചില്ല. പെട്ടെന്ന് ഇപ്പോൾ ഈ മാറ്റത്തിന് എന്താ കാരണം എന്നാ ഞാൻ ചോദിച്ചത്. കൃഷ്ണേട്ടൻ ഭാര്യയുടെയും മകന്റെയും വീടിന്റെയൊക്കെ കാര്യം പറഞ്ഞല്ലോ. അവർക്കൊന്നും കൃഷ്ണേട്ടനെ വേണ്ടാന്നു. എന്റെ അശ്വതിയുടെ കാര്യം പറയാത്ത? അച്ഛൻ തിരിച്ചു ചെല്ലുന്നതും കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുന്ന അവളെ ഒറ്റ ദിവസം കൊണ്ട് മറന്നോ? എന്റെ ഇവിടെ ഉള്ളവരുടെയും കാര്യോ? സ്വന്തം മക്കളെ പോലെ ഞങ്ങളെന്ന് എത്ര തവണ കൃഷ്ണേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ആ ഞങ്ങളെയൊക്കെ മറന്നല്ലേ ആ വൃത്തിയുടെ സ്വഭാവം വീണ്ടും തുടങ്ങിയിരിക്കുന്നത്? മോളിങ്ങനെ ശ്വാസം വിടാതെ ചോദിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. എന്റെ നെഞ്ചിലെ തീ എനിക്കേ അറിയുള്ളൂ. ആ തീ അണയ്ക്കാൻ വേണ്ടി മദ്യം മാത്രമല്ല, വേണ്ടി വന്ന വിഷം വരെ ഞാൻ കഴിക്കും. എന്നോട് ഇങ്ങനെ ഒന്നും ചോദിക്കരുത്. എനിക്കൊന്നും പറയാനില്ല. കൃഷ്ണേട്ടാ, അഖിലെ ആകാശം ഇപ്പൊ വരും. ഇങ്ങനെ വീർത്ത് കിട്ടിയ മുഖമായിട്ട് കൃഷ്ണേട്ടൻ നിന്നാ അതവർക്ക് സങ്കടാവും. കള്ളൂടിയുടെ കാര്യമൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഇനി പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. പിന്നെ അഖില വരുമ്പോ അവള് കൃഷ്ണേട്ടനെ ഹാപ്പിയായി കാണുന്ന എനിക്കൊരു ആഗ്രഹമുണ്ട്. അത് അത്യാഗ്രഹമാണെങ്കിൽ വിട്ടേക്ക്. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.